Hello everyone, welcome to the session 4 of Crack DUET. അപ്പോൾ നമ്മുടെ ഈ ക്രാക്ക് DUET സീരീസിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. MA ഇംഗ്ലീഷ് ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതൊരു 100 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. നമ്മുടെ സെഷൻ 1, സെഷൻ 2, സെഷൻ 3 ഉണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ട് അത് പോയി കാണണം. കാരണം കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ലിങ്ക് ഒന്നും ഇല്ലെങ്കിലും ഓർഡറിൽ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ സെഷൻ 4 ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. Which of the following is not true about naturalism? എന്താണ് നാച്ചുറലിസത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ട്രൂ അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് വാസ് എ ലിറ്റററി മൂവ്മെന്റ് ഇൻ 19th century and it depicts the subject with scientific objectivity. It idealizes day-to-day human experiences. It holds that human life is strictly subject to natural laws. Naturalism ഒരു 19th century movement ആണ്. It depicts the subject with scientific objectivity. Okay ആണ്. It holds that human life is strictly subject to natural laws. Yes, natural laws base ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. It idealizes day-to-day human experiences അല്ല. So option 3 is the right answer. Okay, option 3 is the right answer. നാച്ചുറലിസത്തിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കുക. മനുഷ്യന്മാർ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഓരോ സർക്കംസ്റ്റാൻസസിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ കാരണം ആ നാച്ചുറൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഇതാണ് നാച്ചുറലിസം. എമിലി സോള അതിൻ്റെ ഒരു കീ ഫിഗർ ആയിരുന്നു. ഓക്കെ, നൗ മാച്ച് ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. എക്സ്ട്രാക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡിൽ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. As shades more sweetly recommend the light, so modest plainness sets off sprightly wit. Placed on this isthmus of a middle state, a being darkly wise and rudely great. While you, great patron of mankind, sustain the balanced world and open all the main. Oft when the world imagine women stray, the sylphs through mystic mazes guide their way. An essay on man, an essay on criticism, the rape of the lock, imitations of Horace. വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു തരാം. ഓപ്ഷൻ 2 ആണ് ആൻസർ. A2, B1, C4, D3. ഓക്കെ, സോ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്ട്രാക്റ്റും അതിൻ്റെ ബുക്സും വന്നിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. Next question. Which of the following dramatic conventions is a performance convention in which invisible imagined barrier separates actors from the audience? ഓഡിയൻസും ആക്ടേഴ്സും തമ്മിലുള്ള സെപ്പറേഷന് ഒരു പേരുണ്ട്. ആ കൺവെൻഷൻ, ഡ്രമാറ്റിക് കൺവെൻഷനെ എന്താണ് പറയുന്നത്? സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്, ഫോർത്ത് വാൾ, സ്പ്ലിറ്റ് ഫോക്കസ്, ഫ്ലാഷ് ബാക്ക് ഓർ ഫ്ലാഷ് ഫോർവേഡ്? ഫ്ലാഷ് ബാക്ക് ഓർ ഫ്ലാഷ് ഫോർവേഡ് അല്ല. സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളറിഡ്ജിന്റെ കോൺസെപ്റ്റ് ആണ്. ദാറ്റ് നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് നമ്മളത് അതിൻ്റെ ആധികാരികത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ നടക്കില്ലല്ലോ. ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ 10 വർഷങ്ങൾ പോകുന്നതായിട്ട് കാണിക്കും, പക്ഷെ ശരിക്കും 10 വർഷം പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും അതങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ബിലീവ് ചെയ്യുന്നു. സോ ഡിസ്ബിലീഫിൻ്റെ ഒരു സസ്പെൻഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രോപ്പർലി ആ ഒരു സിനിമയെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഏതൊരു ആർട്ട് ഫോമിനെയും എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ആവശ്യമുണ്ടെന്നുള്ള രീതിയിലാണ് കോൾറിഡ്ജ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് വാൾ ആണ്. ഓക്കെ, ഓഡിയൻസും ആക്ടേഴ്സും ഇടയ്ക്കുള്ള ആ ഒരു ഇൻവിസിബിൾ ഇമാജിൻഡ് ബാരിയർ എന്ന് പറയുന്നത് ഫോർത്ത് വാൾ ആണ്. ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഡ്രമാറ്റിക് ടെക്നീക്സ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്, മോഡേൺ ഏജിൽ വന്നിട്ടുണ്ട്. ഓക്കെ, question number 79. Arrange the following works in the chronological order, year wise.
വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആണ് ഇത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബുക്സ് ആണ് കുറച്ച്, അതായത് നിങ്ങൾ വിത്ത് ഇയർ അറിഞ്ഞിരിക്കേണ്ട ബുക്സ് ആണ്. ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബുക്സ് ആണ്. ദ സെക്കൻഡ് സെക്സ് സിമോൺ ഡി ബൂവറിന്റെ ആണ് സെക്കൻഡ് സെക്സ്. ജെൻഡർ ട്രബിൾ ജൂഡിത്ത് ബട്ട്ലറിന്റെ ആണ്. A Vindication of the Rights of Women മേരി wollstonecraft. The Subjugation of Women എഴുതിയത് സ്റ്റുവർട്ട് മില്ലാണ്. സ്റ്റുവർട്ട് മിൽ അതൊരു എസ്സേ ആണ് സ്റ്റുവർട്ട് മില്ലിന്റെ ഒക്കെ. ഓക്കെ. ആൻഡ് സെക്കൻഡ് സെക്സിന്റെ ഇയർ എന്ന് പറയുന്നത് 1949 ആണ്. ജെൻഡർ ട്രബിൾ 1990 ആണ്. ലാസ്റ്റ് വന്നൊരു ബുക്കാണ്. വിൻഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വുമൻ 1792 ആണ്. 1791 വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ വന്നിട്ടുണ്ട്. സബ്ജുഗേഷൻ ഓഫ് വുമൻ 1869. ഓക്കെ. സോ CDAB ആണ് വരുന്നത്. ഓപ്ഷൻ 1 is the right answer. CDAB. Okay, next question. Which of the following literary modes subverts and liberates the assumptions of the dominant style or atmosphere through humor and chaos? ഏത് ലിറ്റററി മോഡാണ് ഡോമിനന്റ് സ്റ്റൈലിനെയോ അറ്റ്മോസ്ഫിയറെ ത്രൂ ഹ്യൂമർ ആൻഡ് കവോസ് സബ്വേർട്ട് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? ഇത് ദസ്ത്യവിസ്കിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്, മിഖായൽ ബാക്ചിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. കാർണിവലസ്ക്. ബേർലസ്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് ആയിട്ടുള്ള ഷോർട്ട് കോമ്പസിഷനെയൊക്കെയാണ് നമ്മൾ ബേർലസ്ക് എന്ന് പറയുന്നത്. ഗ്രോട്ടസ്ക് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ് അർത്ഥം. ഫാന്റാസ്റ്റിക് ഇസ് ഫാന്റസ്റ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ആൻസർ ഇസ് കാർണിവലസ്ക്. Next question. Which of the following are the markers of Jacobian stage? Jacobian stage ന്റെ markers ഏതൊക്കെയാണ്? Cruelty and violence, selfishness, overt sex, mutual harmony between two sexes. ഇതിൽ ഏതാണ് ജക്കോബിയൻ സ്റ്റേജിന്റെ മാർക്കേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രൂവൽറ്റി ആൻഡ് വയലൻസ് ഉണ്ട്, സെൽഫിഷ്നെസ് ഉണ്ട്, ഓവേർട്ട് സെക്സ് ഉണ്ട്. ലാസ്റ്റത്തെ മാത്രമില്ല. ABC only. Option 1 is the right answer. ABC only. Okay. Next question. Which of the following theatres attempts to prevent the emotional identification or involvement of the audience with the characters and their actions in the play? ഞാൻ നേരത്തെ പറഞ്ഞ ഫോർത്ത് വാളിന്റെ ബ്രേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഓഡിയൻസ് അതൊന്ന് വിശ്വസിച്ച് വരുമ്പോഴത്തേക്ക് ഉടനെ പോയിട്ട് ഇത് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമല്ല, ഇത് പ്ലേ ആണ്, ജസ്റ്റ് ഒരു പ്ലേ ആണ്, നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇത് കളിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന, അതായത് ഓഡിയൻസും ആക്ടേഴ്സും തമ്മിൽ കണക്ഷൻ വരുന്ന ഒരു തരം തിയേറ്റർ ആണ്. അത് വേറൊരു തിയേറ്ററും അല്ല, ബെർട്ടോൾഡ് ബ്രെറ്റിന്റെ എപ്പിക് തിയേറ്റർ ആണ്. ബെർട്ടോൾഡ് ബ്രെറ്റ്. Epic Theatre by Bertolt Brecht. Okay, next question. Sorry. Dash was a late 20th century development in American poetry that sought to draw fresh attention to traditional forms of verse in terms of meter, rhyme and stanzaic symmetry. ഏതാണ് ലേറ്റ് 20th സെഞ്ചുറി ഡെവലപ്മെന്റ് ഇൻ അമേരിക്കൻ പോയിട്രി? പോസ്റ്റ് കൊളോണിയലിസം ജനറൽ ട്രെൻഡ് ആണ്, അപ്പം നമുക്കത് അമേരിക്കൻ പോയിട്രി എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ട്രാൻസെൻഡന്റലിസം യെസ് അമേരിക്കൻ ഇൻ ഒറിജിൻ ആണ്. മാജിക് റിയലിസം, ന്യൂ ഫോർമലിസം ഒക്കെ അമേരിക്കൻ ആണ്. ആൻഡ് ഈ പറയുന്ന ലേറ്റ് 19th സെഞ്ചുറി മൂവ്മെന്റ് മീറ്റർ, റൈം, സ്റ്റാൻസൈക് സിമെട്രി, അതായത് ഫോമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളെല്ലാം എന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്? ന്യൂ ഫോർമലിസം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, New formalism is the right answer. Next question. A confidant in a drama is a minor character in a drama, a major character in a drama, a trusted friend of the protagonist, a plausible device for communicating to connect with the audience. കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ട്രസ്റ്റഡ് ഫ്രണ്ട് ആണ്.
പിന്നെ അതൊരു മൈനർ ക്യാരക്ടർ ആണ്. It is a plausible device for communicating to connect with the audience. So A, C, D ആണ് answer. Option 3 is the right answer. A, C, D. Next question. Choose the correct order of the paragraph to create a meaning out of the ABCD set. ഇതിൽ correct meaning വരുന്ന ഒരു paragraph arrange ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. This includes the changes which it may have suffered in physical condition over the years as well as the various changes in its ownership. Even the most perfect reproduction of a work of art is lacking in one element, its presence in time and space, its unique existence at the place where it happens to be. The traces of the first can be revealed only by chemical or physical analysis, which it is impossible to perform on a reproduction. Changes of ownership are subject to a tradition which must be traced from the situation of the original. This unique existence of the work of art determined the history to which it was subject throughout the time of its existence. So ഒരു പാരഗ്രാഫ് അറേഞ്ച് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബേസ് സെന്റൻസസ് ഏതാന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ദിസ് വരുന്ന ഒന്നും ബേസ് സെന്റൻസ് വരില്ല. ഈവൺ അല്ലെങ്കിൽ ദ വരും. അപ്പൊ നമുക്ക് ബി വെച്ച് തുടങ്ങുന്ന ഏതാണ്, ബി വെച്ചോ സി വെച്ചോ തുടങ്ങുന്ന ഏതാന്ന് നോക്കാം. 2 ഓപ്ഷൻ ആണുള്ളത്, ബി ഡി എ സിയും സി ഡി എ ബിയും. അപ്പൊ എന്തായാലും ഡി ആണ് സെക്കൻഡ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു യുണീക്ക് എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, യുണീക്ക് എക്സിസ്റ്റൻസിനെ പറ്റി പറയുന്ന ഏതാണ്, ബി ആണ്. സോ ബി ആണ് ഫസ്റ്റ് വരിക. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ബി ഡി എ സി, ബി ഡി എ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the option which is opposite in meaning to the word obfuscate. Obfuscate എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. obfuscate എന്ന് പറഞ്ഞാൽ to make something unclear and more difficult to understand. ഓക്കെ, സോ ഒബ്ഫിസ്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു മേക്ക് സംതിങ് അൺക്ലിയർ ആൻഡ് മോർ ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് വരാൻ വേണ്ടിയിട്ട് ഇല്യൂമിനേറ്റ്, സഫോക്കേറ്റ്, ഹാബിച്വൽ, ഡിസ്കണ്ടന്റ്. ഇതിൽ ഒരേ ഒരു ആൻസർ മാത്രമേ വരാൻ ചാൻസ് ഉള്ള ഏതാണ്, ഇല്യൂമിനേറ്റ്. ബിക്കോസ് വൺസ് യു ഇല്യൂമിനേറ്റ് യു മേക്ക് സംതിങ് വെരി ക്ലിയർ. യു ആർ ഇല്യൂമിനേറ്റിംഗ് വിത്ത് നോളജ്. ഓക്കെ, സോ 86 ആൻസർ ഇസ് illuminate. Now question number 87. Which of these is not a characteristic of chivalric romance? Medieval times il undarna oru tharam writing aanu chivalric romance. Endana adu patti parayan patthatha karyam ennaanu choichirikkunnathu. It is a type of literature that was popular in the aristocratic circles of high medieval and early modern Europe. Correct aanu. It typically describes the adventures of quest seeking legendary knights. Yes, knights ne patti aayirunnu. Celebrates an idealist code of civilized behavior that combines loyalty, honor and courtly love. Yes, chivalry എന്ന് പറയുന്നത് തന്നെ അതാണ്, ഒരു കോഡ് ഓഫ് ബിഹേവിയർ ആണ്. It is a type of early literature produced solely by medieval women writers. No, option 4 is the right answer. Okay, option 4 അല്ല, chivalric romance option 4 അല്ല. Women writers എഴുതുന്ന ഒരു early literature അല്ല. Next question. In other words is a translated work by which of the following writer? In other words is a translated work by which of the following authors? Salman Rushdie, Amitav Ghosh, Italo Calvino, Jhumpa Lahiri. വേറെ ആരുമല്ല, Jhumpa Lahiri ആണ് കേട്ടോ. Jhumpa Lahiri. In other words is a translated work by Jhumpa Lahiri. Then question number 89. 18th century literature is generally called the literature of Augustan age, the Puritan age, the classical age, the Restoration age.
ഏതൊക്കെ പേര് വരും എന്നുള്ളത്? 18th century ലിറ്ററേച്ചറിനെ നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാവുന്ന ഒരു ഏജ് ആണ് അഗസ്റ്റൻ ഏജ്. ആൻഡ് അഗസ്റ്റൻ ഏജ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്ലാസിക്കൽ ഏജ് ആയി മാറും. വൈ? ബിക്കോസ് അഗസ്റ്റിൻ എന്ന് പറയുന്ന എംപറർ ഭരിച്ചിരുന്നത് ക്ലാസിക്കൽ റോം പീരീഡിലാണ്. റോമിൽ ഭരിച്ചിരുന്ന എംപറർ ആണ് എംപറർ അഗസ്റ്റസ്, ഫസ്റ്റ് എംപറർ ഓഫ് റോം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് അവിടെ ഫ്ലറിഷ് ചെയ്തത്. സോ ഇറ്റ് ഇസ് എ ക്ലാസിക്കൽ ഏജ്. ഓക്കെ, so Augustan age and classical age, option A and C, both A and C, which is option number 3. Option number 3. Next question, match list 1 with list 2. Characters play ആയിട്ട് match ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Sir Anthony Absolute, Dangle, Charles Surface, Lord Floppington. The rival, the critic, the school for scandal, a trip to Scarborough. സർ ആന്റണി ആബ്സല്യൂട്ട് റൈവലിലുള്ളതാണ്, ഷെറിഡൻ എഴുതിയ വർക്കാണ്. ഡാങ്കിൾ ദ ക്രിട്ടിക് ആണ്. ചാൾസ് സർഫസ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ. ലോർഡ് ഫോപ്പിംഗ്ടൺ എ ട്രിപ്പ് ടു സ്കാർബറോ. ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. A1, B2, C3, D4. ഓക്കെ, next question number 91. Identify the meter employed in the following extract. The plowman homeward plods his weary way and leaves the world to darkness and to me. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള elegy in a country churchyard. An elegy in a country churchyard by Thomas Gray. തോമസ് ഗ്രേ എഴുതിയ വർക്കാണിത്. ഇതിനകത്ത് ഒരു അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള ദ പ്ലോമൻ ഹോംവേർഡ് പ്ലോട്ട്സ് ഹിസ് വെരി വേ, അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിള് ഫോളോ ചെയ്യുന്നത് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിളിനെയാണ്. ദ പ്ലോമൻ ഹോംവേർഡ് പ്ലോട്ട്സ് വെരി വേ. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ the plowman homeward plods his very way. The plowman homeward plods his very way. 5 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ പെൻറ്റാമീറ്റർ ആണ്, അയംബിക് പെൻറ്റാമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അത് ഫേമസ്ലി ഈ ഒരു ലൈൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് എൻ അയംബിക് പെൻറ്റാമീറ്റർ എന്നുള്ളത്. ഇതിനകത്ത് മൊത്തം 10 സിലബിൾ ഉണ്ട്. The plowman homeward plods his very way. ഇങ്ങനെ 10 സിലബിൾ ഉണ്ട്. അപ്പൊ 10 സിലബിളിലായിട്ട് വരുന്നത് കൊണ്ടാണ് പെൻറ്റാമീറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് പ്രൊഫഷൻ ഡിഡ് വില്യം ടിൻഡേൽ ബിഗിൻ ഹിസ് കരിയർ? വില്യം ടിൻഡേൽ ഒരു നമ്മുടെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് വില്യം ടിൻഡേൽ. പ്രീച്ചർ, ട്യൂട്ടർ, അരിസ്റ്റോക്രാറ്റ് ആൻഡ് മങ്ക്. ടിൻഡേൽ ആൻഡ് കവർഡെയിൽസ് ബൈബിൾ ഇസ് വെരി ഫേമസ്. 1535 തോന്നുന്നു എനിക്ക്. യെസ്, ടിൻഡേൽ ഒരു ട്യൂട്ടർ ആയിരുന്നു. ഓക്കെ, ടിൻഡേൽ വാസ് എ ട്യൂട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are 2 statements. One is labeled as assertion and other is labeled as reason. Epic theatre was created by Bertolt Brecht, who rejected realistic theatre. എപ്പിക് തിയേറ്ററിനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു, അത് ബെർട്ടോൾട്ട് ബ്രെച്ചിന്റെ തന്നെയാണ്. Brecht felt that realistic theatre was too picture perfect. അതെ, റിയലിസ്റ്റിക് തിയേറ്ററിനെ എതിരായിട്ട് തന്നെയാണ് ഇദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഹി ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് ടു പിക്ചർ പെർഫെക്റ്റ്. കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match the following ആണ്. പോയറ്റും പോം. T.E. Hume, D.H. Lawrence, Ezra Pound, Hilda Doolittle. The cantos, Oread, Amoris, A City Sunset. T.E. Hume എഴുതിയത് A City Sunset ആണ്. D.H. Lawrence എഴുതിയത് B3 Amoris. Ezra Pound, The Cantos.
Ezra Pound's Candos is very famous. That's why I can't say that. Because that's the option. Then Hilda Doolittle Oread. So option 1 is the answer. Option 1 is the answer. Next question. Which among the following statements is or are true about the Fairy Queen? Fairy Queen is a very famous book by Edmund Spencer, dedicated to the Queen in Venditana. So, Fairy Queen contains 6 books, while originally it was planned to have 12 books. Right, Anna. Each book of Fairy Queen was intended by the poet to convey some virtue. Yes, 6 books of public virtue, 6 books of private virtue ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then, Sir Philip Sidney composed Canto 5, Book 5 of the Fairy Queen. No. The prefatory letter to the Fairy Queen was addressed to Stephen Gosson. No. Okay. So, A and B are correct. Option 1 is the right answer. Okay, 1 is the right answer. Fairy Queen patti vaichu vekka. Valare famous aayittulla writers inde famous aayittulla writings adine patti nokki vekka. Okay. Then match list 1 with list 2. This pinne famous poets inde lines aanu. When love with one another so interanimates two souls, that abler soul which thence doth flow, defects of loneliness controls. For God's sake, hold your tongue and let me love, or chide my palsy or my gout, my 5 grey hairs or ruined fortune flout. Moving of the earth brings harms and fear. Men reckon what it did and meant but trepidation of the spheres, though greater far is innocent. When my grave is broke up, again some second guest to entertain. For graves have learned that woman head to be to more than one a bed. And he that digs it spies a bracelet of bright hair about the bone. Will he not let us alone? ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന for God's sake hold your tongue is canonization, and moving of the earth bring harms and fears is valediction forbidding mourning. പിന്നെ വരുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ 2 A2 ആണ്. A2 ഞാൻ പറഞ്ഞു. B1 A2 എക്സ്റ്റസി, ഇത് എക്സ്റ്റസി ആണ്. B1 ഇത് D, ഇതാണ് D relic ആണ്. ഓക്കെ, സോ ഓപ്ഷൻ 2 is the right answer. A2 B1 C4 D3. Now, question number 97. Which of the following are features of Sanskrit plays? Sanskrit plays and features ഏതൊക്കെയാണ്? These are written in classic Sanskrit. Most of them begin with invocation and end with blessings. Clown plays a vital role. Show very integral relationship with the nature. ശരിക്കും പറഞ്ഞാൽ Sanskrit plays most of them begin with invocation and end with blessings. correct ആണ്. Clown important role വഹിക്കുന്നുണ്ട്. നേച്ചർ ആയിട്ട് ഇന്റഗ്രൽ റിലേഷൻഷിപ്പും വഹിക്കുന്നുണ്ട്. സോ BCD ആണ്. സാൻസ്ക്രിറ്റ് പ്ലേസിനെ പറ്റി ഒന്ന് വായിക്കാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ മാസ്ക് റിട്ടൺ ആൻഡ് പെർഫോംഡ് ഫോർ ക്വീൻ എലിസബത്ത് ബൈ സർ ഫിലിപ്പ് സിഡ്നി? ക്വീൻ എലിസബത്തിന് വേണ്ടി സർ ഫിലിപ്പ് സിഡ്നി ഉണ്ടാക്കിയ മാസ്ക് ഏതാണ്? The Lady of May, Mask of Queens, The Mask of Beauty, a private entertainment of the King and Queen on May Day. വളരെ ഫേമസ് ആണ് The Lady of May. The Lady of May. Question number 99. Which one of the following is not true about the Fairy Queen? Fairy Queenന്റെ കുറച്ചുകൂടെ ഇത് വായിക്കണം കേട്ടോ, സമ്മറീസ് എങ്കിലും വായിക്കണം ഓരോ ബുക്സിന്റെ. Chrysogony is the mother of Amoretta. Belphoebe is the sister of Florimel. Timaeus falls in love with Belphoebe. The third book of the Fairy Queen contains the legend of Britomartis. Not true. Timaeus falls in love with Belphoebe ആണ് കേട്ടോ. ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. Chrysogony is the mother of Amoretta. Belphoebe is the sister of Florimel. The third book of the Fairy Queen contains the legend of Britomartis. കറക്റ്റ് ആണ്. ഓക്കെ.
Now, last and final question. Arrange the following dialogues A to F between two characters into the order they should occur. Okay. So, ഈ ഒരു കോൺവെർസേഷൻ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. It may be so, for it is not mine own. That is no slander, sir, which is the truth, and what I spake it to my face. Thy face is mine, and thou hast slandered it. Poor soul, thy face is much abused with tears. Thou wrongest it more than tears with that report. The tears have got small victory by that, for it was bad enough before the spite. Okay, so ഇതിനകത്തും എന്തിനെങ്കിലും സൂചിപ്പിക്കാത്ത ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. അപ്പം എനിക്ക് നോക്കുമ്പോൾ ഡിയും എഫും സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, ബാക്കിയൊന്നും വരുന്ന പോലെ തോന്നുന്നില്ല. സോ യു ക്യാൻ എലിമിനേറ്റ് 1 and 3. ഡിയും എഫും ഉണ്ട്. പിന്നുള്ള എ ആണ്. ഇറ്റ് മേ ബി സോ, ഫോർ ഇറ്റ് ഇസ് നോട്ട് മൈൻ ഓൺ ഒരിക്കലും ആദ്യം വരില്ല, കാരണം ഇറ്റ് മേ ബി സോ വേറെ എന്തിനോ സൂചിപ്പിച്ച് പറയുന്നതാണ്. ഓക്കെ, സോ ഡി അല്ലെങ്കിൽ എഫ് ആണ് അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട. പ്യുവർ ഡി കഴിഞ്ഞിട്ട് എഫ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അത് എഫ് കഴിഞ്ഞ് ഡി ആണോ. ഓക്കെ, poor soul, thy face is much abused with tears. The tears, പിന്നെയാണ് ടീയേഴ്സിനെ പറ്റി പറയുന്നത്. അപ്പൊ എന്താണ്, തിരിച്ചാണ് ഡി എഫ് ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ 2 is the right answer. So poor soul, thy face is much abused with tears. The tears have got small victory by that, for it was bad enough before their spite. DF. Then thou wrongest it more than tears with that report. That is no slander, sir, which is the truth, and what I spake it to my face. Thy face is mine, and thou hast slandered it. It may be so, for it is not mine own. DFEBCA ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ വി ഹാവ് കം ടു ദി എൻഡ് ഓഫ് ടുഡേസ് സെഷൻ. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ പോർഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള പ്രബ്വൈസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നമ്മുടെ prepwise.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ആയിരിക്കും കാണാൻ കഴിയുക. ആൻഡ് അതിൽ UG+ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UG+ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ സാധിക്കും. ആൻഡ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. MBA, TISNET, കമ്പ്യൂട്ടർ സയൻസ്, MCA, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എല്ലാം ഉണ്ട്. സോ നമ്മുടെ CUET PGക്ക് അണ്ടറിൽ 18 കോഴ്സസും IIT JAMന്റെ അണ്ടറിൽ 5 കോഴ്സസും പിന്നെ KMAT, TISNET, CMAT എല്ലാത്തിനും ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ PG, അതായത് കേരളത്തിൻ്റെ തന്നെ No. 1 ആയിട്ടുള്ള ഒരു ഓൺലൈൻ PG കോച്ചിങ് സെൻറ്റർ, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ UG+ എന്ന് പറയുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർഡ് കൈമാറാവുന്നതാണ്. യു ക്യാൻ ഇൻഫോം ദം അബൌട്ട് Prepwise. നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ മേറ്റ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ചാറ്റ് ചെയ്താൽ മതിയാവും. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തന്നെ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് തന്നെ നോക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ബേസിക്കലി UG+ ആൻഡ് വി ആർ പ്രൊവൈഡിങ് അവർ ഇനിഷ്യേറ്റീവ് ടു ഗൈഡ് സ്റ്റുഡൻസ് ഫോർ ദെയർ PG പ്രിപ്പറേഷൻ. PG എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. I'll be back with again another series. So till then, have a nice day. Thank you.